ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖന്നല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കിയാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഒരു സാധാരണ ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അങ്ങനെ സ്പെഷ്യലും കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ഇന്ന് നനച്ചുള്ളി പരിപാടിയോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് വയറുവേദനയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഒക്കെ കഴിഞ്ഞിട്ടൊന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മളെ തടി നോക്കാതെ എല്ലാം കൂടെ മെനക്കെട്ട് പണീന്ന് പറഞ്ഞ് അങ്ങോട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് പിന്നെ നടു ഒടിഞ്ഞൊരു മൂലക്ക് കിടക്കേണ്ടി വരും. അതുകൊണ്ട് പിന്നെ നോക്കി കണ്ടൊക്കെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ 2-3 ദിവസമൊക്കെ ആയി ഞാൻ നനച്ചുള്ളി പണിയും കാര്യങ്ങളും എടുക്കാതെ. പിന്നെ ആ ഒരു മുന്നിലും ഹാളും റൂമൊക്കെ എടുത്തത് തന്നെയാണ്. ഇനിയിപ്പോൾ കുട്ടികൾ കിടക്കുന്ന റൂമും അടുക്കളയൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ മെല്ലെ മെല്ലെ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ എന്തായാലും പതിവൊന്നും തെറ്റിച്ചിട്ടില്ല. വേഗം തീയൊക്കെ കത്തിച്ച് നമ്മളെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത പരിപാടി എന്ന് പറയുന്നത് ചായയും കടിയും ഉണ്ടാക്കാനുള്ളതാണ്. അപ്പം കറിയുണ്ട് കേട്ടോ. കറിയുണ്ട്. ഇന്നലെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിനി. അപ്പോൾ കടിക്കുള്ള കറിയും ഉണ്ട്. അതുകൊണ്ട് പിന്നെ കടി മാത്രം ആക്കിയാൽ മതി കേട്ടോ. കറിയും കൂടെ ഒക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. അതേപോലെ നമ്മൾ തലേ ദിവസം മാവ് അരച്ച് വെക്കുക, അല്ലെങ്കിൽ പിന്നെ വല്ല നെയ്ച്ചോറോ ബിരിയാണിയോ മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് പിറ്റത്തെ ദിവസം ആവി കയറ്റാനുണ്ടെങ്കിലും ഒക്കെ അങ്ങനത്തെ ദിവസങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു ദിവസം നമുക്ക് എന്തോ ഒന്ന് അങ്ങോട്ട് കുറഞ്ഞ പോലെ അങ്ങോട്ട് തോന്നുമല്ലോ. മടി ഉണ്ടായിട്ടൊന്നല്ല കേട്ടോ, എടുക്കാനുള്ള മടി കൊണ്ടൊന്നല്ല, നമ്മളിപ്പോൾ എന്നും ചെയ്യണത് തന്നെയാണ്. പക്ഷേ അങ്ങനെയൊക്കെ ഉള്ളപ്പം ഒരു ആക്കമാണ് എന്ന് പറഞ്ഞതാണ്. അങ്ങനെ എന്തായാലും ഇന്ന് ഭൂരിയാണ് ഉണ്ടാക്കുന്നത്. ഭൂരി മതി ഇമ്മച്ചിയെന്ന് ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഓരോരുത്തർ. അപ്പോൾ പിന്നെ അതന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ മഞ്ഞളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അനിയൻ്റെ വീട്ടിലാണല്ലോ നമ്മൾ ഇടല്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായി. ഇനിയിപ്പോൾ ഇതിൻ്റെ തോല് കളയാൻ വേണ്ടിയിട്ട് ചാക്കിലിട്ടിട്ട് ഒന്നിങ്ങനെ അടിച്ചു കൊടുത്താൽ അതിൻ്റെ തോല് അങ്ങോട്ട് പോയിക്കോളും. മുറത്തിലിട്ടിട്ട് ചേറിയെടുത്താൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഇതാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു ഇളം ചൂടുവെള്ളത്തിലാണ് ഞാൻ പൊടി കുഴക്കൽ ഭൂരിക്കുള്ളത്. നമുക്കിങ്ങനെ കമൻറ്റ് വന്നിന് കേട്ടോ, എങ്ങനെ ഇതാക്കിയിട്ടും പിന്നെ എന്താണ് നല്ല എണ്ണ കുടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്താണെന്ന് അറിയില്ല കേട്ടോ. ഞാനിങ്ങനെയാണ് ചുടൽ. എനിക്ക് തിളച്ച വെള്ളത്തിൽ കുഴച്ചിട്ട് ഭൂരി ചുടുമ്പം എണ്ണ കുടിക്കണ പോലെ എനിക്ക് തോന്നലുണ്ട്. പക്ഷേ ഇളം ചൂടുവെള്ളം പച്ചവെള്ളത്തിൽ കുഴച്ചാലും കുഴപ്പമില്ലാതെ കിട്ടും. പക്ഷെ ഞാനിങ്ങനെ ശീലിച്ചതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ആക്കൽ. ഇളം ചൂടുവെള്ളത്തിലൊന്നവിടെ മാവ് കുഴച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കടിക്കുള്ള കറിയുണ്ട്. പിന്നെ ഞാൻ ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് ആക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ അത്രയും നമുക്ക് അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നാസിമോനെ അംഗൻവാടിയിൽ കൊണ്ടാക്കുകയൊക്കെ വേണം. അപ്പം ഞാൻ മീൻകറി ഉണ്ടാക്കാനുള്ള കറി റെഡിയാക്കുകയാണ്. ആദ്യം ഞാനിങ്ങനെ സാൽന എന്ന് പറയുമായിരുന്നു കേട്ടോ. ഇപ്പം ഞാനത് മാറ്റിയിട്ടുണ്ട്. മീൻകറിക്കുള്ള കറി റെഡിയാക്കി വെക്കുകയാണ്. മീൻ വന്നിട്ടൊന്നുമില്ല കേട്ടോ. മീൻകാരൻ ഒച്ച അതിലും കേൾക്കുന്നുണ്ട്. എന്നാലും അത് കൊണ്ടുവരുമ്പോഴത്തേക്കും അതിൻ്റെ കറി അങ്ങോട്ട് ആക്കിയാൽ പിന്നെ കൊണ്ടുവന്ന് നന്നാക്കി അങ്ങോട്ട് ഇട്ടാൽ മതിയല്ലോ. അപ്പം വേഗം എന്താ പറയുക, നമ്മൾ വെറുതെ കിട്ടുന്ന ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്താക്കുക, വേഗം ഓരോരോ ഗ്യാപ്പിൽ ഓരോരോ പണികൾ അങ്ങോട്ട് ചെയ്ത് തീർക്കുക കേട്ടോ. നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ പണിയെടുത്തുകൊണ്ട് നിൽക്കാനൊന്നും നമുക്കും പറ്റുമൊന്നുമില്ലല്ലോ. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. ഓരോരോ ഗ്യാപ്പിൽ എന്താ ചെയ്യാൻ പറ്റണോ അത് അങ്ങോട്ട് ചെയ്യുന്നു. ഇപ്പം കടിക്ക് കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം ചോറിനുള്ള കറീൻ്റെത് അങ്ങോട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ മീൻ കറിക്കുള്ളത് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഒരുമിച്ചിട്ട് അങ്ങോട്ട് വാട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലോണം വാടി വന്നതിൻ്റെ ശേഷം മുളകും പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ കാശ്മീരി മുളകും പൊടിയാണ് ഇട്ടത്. നമ്മളെ സാധാ മുളകും പൊടി ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മുളകൊക്കെ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്. അത് എല്ലാം കൂടെ ഇനിയിപ്പോൾ ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ്. വേറെ പാക്കറ്റ് വാങ്ങിയിട്ടില്ല കേട്ടോ. എന്തായാലും മുളക് പൊടിക്കാനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ കാശ്മീരിയാണ് ഇട്ടിട്ടത്. അതുകൊണ്ട് നല്ല കളറുമായിരുന്നു. അതാണ് ആ ചുവന്ന കളറ്, വല്ലാണ്ട് ചുവപ്പ് കളറ്. എൻ്റെ അമ്മ എപ്പം ചോദിക്കും കേട്ടോ, ഈ എന്തോരം മുളകും പൊടിയാണ് വാരി ഇടുന്നത് എന്നേ. ഉമ്മക്ക് എൻ്റെ കറി കാണുമ്പോൾ പേടിയാണ്. ഞാൻ മുളകും പൊടി അങ്ങനെ കോരി ഇടുക വിചാരിച്ചിട്ട്. പക്ഷേ അല്ല കേട്ടോ, ഞാൻ കാശ്മീരി ഇടുന്നത് കൊണ്ടാണ് അങ്ങനെ കളറ് തോന്നുന്നത്. അതൊക്കെ കഴിഞ്ഞു. പുളിവെള്ളമൊക്കെ ഒഴിച്ചു കറി അതൊന്ന് തിളപ്പിച്ച് അങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഭൂരി ചുടുകയാണ്. ഞാൻ
ആ ഒരു തളികേൻ്റെ ചുറ്റിനും അങ്ങോട്ട് പരത്തി വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് ചുട്ടെടുക്കും. എന്നിട്ട് അടുത്തത് പരത്തി വെക്കും. അപ്പോഴേക്കും എണ്ണ ചൂട് കുറയും കൂടെ ഒക്കെ നമുക്ക് അങ്ങനെ ബാലൻസ് ചെയ്ത് അങ്ങനെ പോവാമല്ലോ. നിച്ചുമോളൊക്കെ മദ്രസ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓള് സ്കൂൾക്ക് ഒരുങ്ങിയിട്ട് ചായ കുടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നാസിമോനും എണീച്ച് വന്നീന്. ഓനക്കുള്ള ചായ കൊടുക്കുന്നുണ്ട്. നാഫി ആണെങ്കിൽ നേരത്തെ ഒക്കെ ഇടയ്ക്കൊന്ന് വീഡിയോ എടുത്താൽ മതി. ഓൻ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഫോൺ ഇളകിങ്ങോണ്ട് കിട്ടോ. എൻ്റെ ട്രൈപാഡ് നാശമായത് കൊണ്ട് ഞാൻ ആകെ കുടുങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് വേറെ നല്ലതൊന്ന് നോക്കിയിട്ട് വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. നോമ്പൊക്കെ ആകുമ്പോഴത്തേക്കും എന്തായാലും വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതാ പൂരി നല്ല ഇതിൽ തന്നെ നല്ല പൊങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഒരു സാധാ ആട്ടപ്പൊടി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചുടുന്നത്. മൈദേൻ്റെ പൂരി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ മൈദേൻ്റെ പൂരിനോട് ഇക്ക വല്ലാണ്ട് പ്രോത്സാഹനം തരൂല കേട്ടോ. ആട്ടപ്പൊടിയും കൊണ്ട് ചുട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ചുടൽ. അപ്പോൾ ഒരുത്തന് അവിടെ തിന്നാൻ കൊടുത്തതൊക്കെ മതിയാക്കിയിട്ട് അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇത് അപ്പുറത്തേക്ക് വന്നീന് കേട്ടോ. അമൃതം പൊടിയും എടുത്തിട്ട്, അമൃതം പൊടി അംഗൻവാടിയിൽ നിന്ന് 3 വയസ്സ് വരെ കുട്ടികൾക്ക് കിട്ടുകയിനല്ലോ. ആ 3 വയസ്സ് വരെ ഓനൊരു തുള്ളി ഒരു സ്പൂൺ വരെ ഓൻ തിന്നിട്ടില്ല കേട്ടോ. 3 വയസ്സ് കഴിഞ്ഞ് ഇപ്പോൾ ഓനക്ക് 3 വയസ്സ് കഴിഞ്ഞ് 2 മാസമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഓനക്ക് അമൃതം പൊടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് കിട്ടൂലല്ലോ, അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അത് ഭയങ്കര ഇഷ്ടമായി. എന്താണെന്നറിയില്ല മക്കളൊക്കെ ഒരു കാര്യം. അങ്ങനെ ഇതാ ഞാനും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനും നാച്ചിയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഓനെ കൊണ്ടാക്കാൻ പോണതിൻ്റെ മുന്നേ എന്തായാലും കറി റെഡി ആയിനല്ലോ. അപ്പോൾ മുതിര വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിന് കേട്ടോ ഉപ്പേരി വെക്കാൻ. എന്തെങ്കിലും ഒരു ഉപ്പേരിയും കറിയും ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ മുതിരയൊക്കെ നല്ലോണം ഒന്ന് കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഉള്ളിയും പച്ചമുളകും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടല്ല കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് വെന്ത് കുക്കർ തീയൊക്കെ ഓഫാക്കിയതിൻ്റെ ശേഷം നാസിമോനും ഇതാ മിന്നൂസും ഉണ്ട്. ഓരേം കൊണ്ട് ഇതാ അംഗൻവാടിക്ക് ഓരെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കുട്ടികളെ വന്നിട്ടുള്ളൂ കേട്ടോ. ഞാച്ചിക്ക് മടിയാണ്, പോവണില്ല എന്ന് പറഞ്ഞിട്ട് മെല്ലെ നമ്മളെ പുറകെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മെല്ലെ സോപ്പിട്ട് അവിടെ ആക്കിയിട്ട് തിരിച്ച് വന്നിട്ടുണ്ടായി. അപ്പോൾ വന്ന് ബാക്കിയുള്ള പണികളൊക്കെ എടുക്കുന്നതിന് മുന്നേ വേഗം എന്തായാലും കുക്കർ തയ്യാറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് വേഗം ഉപ്പേരിയും കൂടെ അങ്ങോട്ട് വറവിട്ട് പിന്നെ ചോറും അപ്പുറത്തുനിന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. ചോറിനുള്ള വെള്ളമൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടുന്ന് ആവുന്നുണ്ട്. എന്നാൽ പിന്നെ ചോറും കറിയും അങ്ങനത്തെ പരിപാടികൾ കഴിച്ചിട്ട് ബാക്കിയുള്ളതിന് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാ മുതിര ഒന്ന് വറവിട്ടെടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു പിന്നെ വെളുത്തുള്ളിയും കൂടെ കുത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. ആ ഒരു നമ്മളെ കുഞ്ചി ഉണ്ടല്ലോ അതിലങ്ങനെ കുത്തി വെളുത്തുള്ളിയും കൂടെ അങ്ങനത്തെ ഒരു പയറുവർഗ്ഗങ്ങൾ മമ്പയറും അതുപോലെ മുതിര അങ്ങനത്തതൊക്കെ കായ്പേരി അങ്ങനത്തെയൊക്കെ വെക്കുമ്പോൾ വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഒന്ന് വറവിട്ടെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വെളുത്തുള്ളി എടുത്തിട്ട് അതൊക്കെ ഒന്ന് കുത്തി ചതച്ചെടുത്തു. അതും വറവിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ചോറിന് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ തീ കത്തിക്കണോണ്ട് ചോറ് വേഗം അങ്ങോട്ട് ആയിക്കിട്ടു കേട്ടോ. ഇക്കാക്ക് എന്തായാലും പോകുമ്പോഴത്തേക്ക് കുളിക്കാൻ വെള്ളം വെക്കുമല്ലോ. അപ്പോൾ ആ വെള്ളം അങ്ങോട്ട് ഇറക്കിയാൻ പാട് ഞാൻ വേഗം ചോറിനുള്ള വെള്ളം അങ്ങോട്ട് വെക്കും. ചിലപ്പം തീ മര്യാദയ്ക്ക് കത്തിക്കാണ്ട് രണ്ടാമത് പിന്നെ കത്തിച്ചുണ്ടാക്കേണ്ടി വരും. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് തീ കത്താതെ കെടാതെ ഒക്കെ ഉണ്ടെങ്കിൽ വേഗം വെള്ളവും വെച്ച് ചോറിന് അരി ഇട്ടാൽ അതങ്ങോട്ട് ആയിക്കോളുമല്ലോ. അങ്ങനെ ചോറിനുള്ള അരിയും ഇട്ടിട്ടുണ്ട്. നമ്മളെ കറിക്കുള്ള മീൻ കറിക്കുള്ള കറിയും റെഡി ആയിനി, ഉപ്പേരി ആയിനി. ഇനിയിപ്പോൾ മെല്ലെ ഒരു തലേന്ന് അങ്ങോട്ട് തുടക്കുകയാണ്. ആദ്യം എല്ലായിടത്തും ഒന്ന് വൃത്തിയാക്കി ഒതുക്കി പെറുക്കി ഒക്കെ ഒന്ന് അടിച്ചു വാരി അടുക്കളയത്തെ കഴുകാനുള്ള പാത്രങ്ങളും എല്ലാം അപ്പുറത്ത് സിങ്കിൽ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അകം അടിച്ചു വാരി എല്ലാം അടുക്കള മുറ്റത്തേക്ക് കൊണ്ടുവന്ന് തട്ടിയതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ മുറ്റടിക്കാൻ നിൽക്കുക. എല്ലാം അടുക്കള ഭാഗത്തേക്ക് തട്ടിയിടും. എന്നിട്ട് ആ ഒരു ബേക്ക് ഭാഗത്തുനിന്ന് അങ്ങനെ അടിച്ച് അങ്ങനെ ഇപ്പുറത്ത് കൂടെ മുൻഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞൾ മുറമൊക്കെ കാണുന്നുണ്ട് ചേതിമ. ഞാൻ മഞ്ഞൾ ഒന്നും കൂടെ വെയിൽ കൊള്ളിക്കാൻ വേണ്ടി ഇട്ടതാണ്. കുറച്ചും കൂടെ ഒന്ന് തോല് പോവാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വാർപ്പിൻ്റെ മേലൊക്കെ ഒന്നും പോയിട്ടില്ല, ഇവിടെ തന്നെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ മുറ്റമൊക്കെ അടിച്ച് വാരി കഴിഞ്ഞാണ്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി പാത്രം കഴുകലാണ്. പാത്രം കുറേ ഉണ്ടായിരുന്നു കേട്ടോ, അവിടെ നിറച്ചും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പകുതി മുക്കാലും കഴുകിയതിൻ്റെ ശേഷമാണ് കേട്ടോ പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ചിലപ്പോൾ അവിടെ ഇങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ കാണുമ്പോൾ എന്തോരം ഇടങ്ങാറല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പാത്രവും കഴുകി എടുക്കുകയാണ്. പാത്രം കഴുകൽ കഴിഞ്ഞ് പിന്നെ തുടക്കലും ഒക്കെ കഴിഞ്ഞാൽ ഏകദേശം ഇന്നത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോസൊക്കെ കാണുമ്പോഴേ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ടൊക്കെ ഒന്ന് അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്യുക കേട്ടോ. അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞു. എന്നിട്ട് വേഗം മീനൊക്കെ നന്നാക്കി അതിൽ കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. ഇതൊന്ന് വെന്ത് മീനും ഒന്ന് പൊരിച്ചെടുത്ത് ചോറ് വെച്ചാൽ ഇന്നത്തെ പണികളൊക്കെ അങ്ങോട്ട് കഴിയൂ കേട്ടോ. ഒരു അൽഹംദുലില്ലാ സാധാരണമായ ഒരു ദിവസം അങ്ങ് കടന്നു പോയി എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ. ഒരു സാധാരണക്കാരൻ്റെ ഒരു ദിവസം അങ്ങ് കടന്നു പോയി. അതാണ് ഇന്നത്തെ വീഡിയോ.
അപ്പോൾ ഇതാ കറിക്കുള്ളത് അതിലിട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ മീൻ പൊരിക്കാനുള്ളത് പെരക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് കഴിക്കാൻ മാത്രമേ പൊരിക്കണുള്ളൂ കേട്ടോ. ബാക്കി ഞാൻ പിന്നെ വൈകുന്നേരം എല്ലാവരും മക്കളൊക്കെ വൈകുന്നേരം എല്ലാം ഉണ്ടാവും. അപ്പോൾ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതും പെരക്കി വെച്ചു. എനിക്കുള്ളത് പൊരിച്ചിട്ട് പിന്നെ ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇതാ ചോറ് വയ്ക്കുകയാണ്. ഉപ്പേരിയും മീൻ പൊരിച്ചതും മീൻ കറിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.